നമസ്തേ. പേസ്റ്റ് പല്ല് നശിപ്പിക്കാനോ പല്ല് സംരക്ഷിക്കാനോ ഒരു സംശയം വേണ്ട. ഇന്നത്തെ പേസ്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾ എന്നും ഡെന്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പക്ഷെ വ്യക്തമായിട്ട് അവര് സ്റ്റാറ്റ്യൂട്ടറി കൊടുത്തിട്ടുണ്ട്, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പേസ്റ്റ് തൊടുകയോ ചെയ്യരുതെന്ന്. അഥവാ പേസ്റ്റ് അത് എങ്ങനെയെങ്കിലും വായിൽ പോയാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സ്റ്റാറ്റ്യൂട്ടറി വാണിജ്യം ഉണ്ടെങ്കിൽ പോലും ഇന്ന് പേരൻസിന് 2-3 വയസ്സായ കുട്ടികൾക്ക് ബേബി ബ്രഷ് സഹിതം പേസ്റ്റ് വായിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനുള്ള ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ഔത്സുക്യം ഭയങ്കരമാണ്. ഇത് പറയാൻ കാരണം, ഞാൻ രാവിലെ കുളിക്കാൻ പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി 2-3 വയസ്സ് കാണും, അതിന്റെ വായിൽ ഇരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു പേസ്റ്റ്, ബേബി ബ്രഷ് എന്നാണ് പേസ്റ്റ്. അപ്പോ ആ പേസ്റ്റിന്റെ പുറത്തുള്ള കവറ് നോക്കിയപ്പോഴാണ് ഞാൻ അത്ഭുതസ്തംഭനായി പോയത്. ഡോണ്ട് ഗോ പേസ്റ്റ് ചിൽഡ്രൻസ് ബിലോ 6 years. 6 വയസ്സ് വരെ പല്ല് തേക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് WHO വാണിജ്യ സഹിതം പേസ്റ്റിന്റെ പുറത്ത് അവർ പ്രിന്റ് ചെയ്തിട്ട് പോലും പേരൻസ് നിർബന്ധിച്ച് എന്തോ മഹാത്ഭുതം സിനിമയിലെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് വാങ്ങാൻ. ഇതുകൊണ്ടുള്ള ദോഷം ഒന്ന്, അതിന്റെ ഫ്ലോറൈഡ് ഇപ്പൊ തന്നെ വെള്ളത്തിൽ എക്സസൈസ് ആയിട്ട് ഉണ്ട്. ഫ്ലോറൈഡ് ചെന്ന് കഴിഞ്ഞാൽ എല്ലിന്റെ ബലം കുറയും, കുട്ടികളുടെ വളർച്ചയ്ക്ക് അത് ബാധിക്കും. അതായത് ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ടമാനം അസുഖങ്ങൾ വരുന്നു, സ്ഥിരം പനി വരുന്നു. ഇതിന്റെയൊക്കെ കാരണം ഒന്നാമത് കണ്ടമാനം ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് കഴിച്ച് അവരുടെ ദഹന പ്രക്രിയ തന്നെ പോയി കിടക്കാണ്. പിന്നെ ഇന്നത്തെ പഠന പ്രക്രിയ കാരണം 24 മണിക്കൂറുണ്ടായാലും തികയാത്ത രീതിക്കുള്ളതാണ് LKG UKG പിള്ളേരുടെ പഠന ബാധ്യതകൾ. അപ്പൊ അവർക്ക് റെസ്റ്റ് എന്നൊരു സാധനമില്ല. ശരിക്കും അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റിക്കിടക്കാണ്. അപ്പൊ അവരെന്തെങ്കിലും കരയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് മേടിച്ചു കൊടുത്ത് ഒരു മൊബൈൽ ഫോണും കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആണെന്നാണ് വെപ്പ്. ശരിക്കും കുട്ടികൾക്ക് വേണ്ടത് വിശ്രമവും മണ്ണിൽ ഓടി നടന്ന് കളിച്ചുള്ള ആരോഗ്യവുമാണ്. എത്രമാത്രം നാം ഭൂമിയിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നുവോ അത്രത്തോളം അവർക്ക് അനാരോഗ്യം പിടിവിടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ മാതാപിതാക്കൾ ഓരോരുത്തരും ആ പേസ്റ്റിന്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്നത് വായിച്ചിട്ടെങ്കിലും ചെയ്യുക. ഫ്ലോറൈഡ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡെന്റൽ ഫ്ലോറോസിസ് വരും, ബോൺ അക്യുമുലേഷൻ, ജോയിന്റ് പെയിൻ, സ്റ്റിഫ്നെസ്, തൈറോയ്ഡ് സപ്രഷൻ. ഇപ്പോഴത്തെ കുട്ടികളില് ബഹുഭൂരിപക്ഷത്തിനും തൈറോയ്ഡ് കമ്പനി ഉണ്ട്. തൈറോയ്ഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇൻടോളറൻസ് വരും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള പ്രവണത വരുന്നത്. അതായത് അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ഡെലി ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ രണ്ടാമത് സോഡിയം ലോറൈൽ സൾഫേറ്റ്, അത് SLS, ഇറ്റ് മേക്ക് ഇറിറ്റേഷൻ, ക്യാൻ ട്രിഗർ IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും. അതായത് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ അവര് നാപ്കിൻ വെച്ചേക്കുന്ന കാരണം കുട്ടികള് അപ്പിയിട്ടോ ഇല്ലയെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ രീതിയിൽ കൂടെ വളരെ എക്സ്റ്റേണൽ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ കുട്ടികൾ നിലത്ത് കാലുറയ്ക്കാത്ത രീതിയിൽ കൂടെ കോഴിക്കാലുമായിട്ടാണ് പോകുന്നത്. അതിന് ഓവർലോഡായിട്ടുള്ള ബാഗും. വരും തലമുറയെ നിങ്ങൾ ഇങ്ങനെ സ്നേഹം കൊണ്ടും ശാസ്ത്രം കൊണ്ടും നശിപ്പിക്കരുത്, ഇല്ലായ്മ ചെയ്യരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പേരൻസ് ഓരോരുത്തരും ആ പേസ്റ്റിന്റെ കവറെങ്കിലും വായിച്ചിട്ട് ആ ഇൻസ്ട്രക്ഷന് ഫോളോ ചെയ്യുക. വലിയൊരു പോലും പല്ല് കേൾക്കേണ്ട കാര്യമില്ല. കാര്യം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവർക്കും ബാധകമാണ്. ഇന്ന് മുക്കിന് ഡെന്റൽ ഹിസ്റ്ററിയും ഡെന്റൽ ഹോസ്പിറ്റൽസും ഉണ്ട്. അതിന്റെ ആവശ്യമുണ്ട്. ശരിക്കും കരിയാണ് ഏറ്റവും നല്ല അമൃതായ ഔഷധം. ഉമിക്കരിയും മാവിന്റെ ഇലയും അല്ലെങ്കിൽ ബ്രഷ് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ തേച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡൈജസ്റ്റ് പ്രോബ്ലം മാറും, ഗട്ട് ഇഷ്യൂസ് മാറും, ഡീടോക്സിഫിക്കേഷൻ നടക്കും, മുഖത്ത് ആ പ്രസന്നത വരും. ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയൂ. നന്ദി, നമസ്കാരം.